സുഹൃത്തുക്കളെ, ഇന്ന് കുറച്ച് മാനസികമായ സങ്കോചത്തോടു കൂടിയാണെങ്കിലും സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം സാമൂഹ്യ തലത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെയായിരിക്കണം, എന്തൊക്കെയാവും എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അനേക ഘടകങ്ങളുണ്ടാണ്. ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിന് എന്താണ് സംസ്കാരം? സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഭൗതികവും അഭൗതികവുമായ എല്ലാ സമ്പത്തും എല്ലാ ഘടകങ്ങളും അടങ്ങിയതാണ് സംസ്കാരം. അതായത് അതിൻ്റെ ആശയങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, മാനസികവും ആത്മീയവുമായ പ്രതലങ്ങൾ, അതിൻ്റെ നിലവാരം, ഭൗതികമായ അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, എല്ലാ സമ്പത്തും, കാലാവസ്ഥ, പച്ചിലകൾ, സൂര്യപ്രകാശം, ഇങ്ങനെ എന്തിനു പറയുന്നു. അതേപോലെ തന്നെ ടെമ്പറേച്ചർ, അതായത് ഊഷ്മാവ് മുതലായ എല്ലാം അടങ്ങിയ ഒന്നാണ് യഥാർത്ഥത്തിൽ സംസ്കാരം എന്നത്. ഈ സംസ്കാരത്തിനകത്താണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്നത് നിലനിൽക്കുന്നത്. അതിന് പുറത്തല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതുപോലെ വെച്ചാൽ മനുഷ്യൻ നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിനകത്താണ്, പ്രകൃതിക്കകത്താണ്. അതിനകത്ത് ഉള്ള ഒരു പ്രതിഭാസമാണ് മാത്രമാണ് ജീവൻ. ഈ ജീവൻ നമ്മളൊക്കെ ഇപ്പോൾ മാർക്സൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ബാഹ്യമായ ശരീരവും ആന്തരികമായ ശരീരവും തമ്മിലുള്ള ഒരു സമന്വയം, പ്രതിപ്രവർത്തനം, ഒരു കൊള്ളക്കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ജീവൻ. അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സും. പൊളിറ്റിക്സ് എന്നത് ആ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട ആ സമൂഹത്തിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൻ്റെ എല്ലാ ഭൗതികവും അഭൗതികവും ആയ എല്ലാ വസ്തുക്കളും ആവാഹിച്ചിട്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും അതിൻ്റെതായ പൊളിറ്റിക്സ്. നേരെ മറിച്ച് പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ എന്താവും? അതിന് സ്വാഭാവികത ഇല്ലാതെയാകുന്ന അർത്ഥം. ഏതുപോലെ നമുക്കൊരു ഒരു പൂവിൻ്റെ മൊട്ട്, ഈ മൊട്ട് അതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും കാലത്തിൻ്റെ സ്വഭാവമനുസരിച്ച്, ആ ചെടിയുടെ സ്വഭാവമനുസരിച്ച്, പൂവിൻ്റെ സ്വഭാവമനുസരിച്ച് അതിനാവശ്യമായ ഘടകങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് വിരിയും. അതതിൻ്റെ സ്വാഭാവികമായ വിരിയലാണ്. അതിൽ നമുക്ക് വലിയ പങ്കൊന്നുമില്ല. ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വെള്ളമില്ലെങ്കിൽ വെള്ളം കൊടുക്കാം, ജലാംശം ഇല്ലെങ്കിൽ ജലാംശം കൊടുക്കാം. അതേപോലെ തന്നെ വലിയ തീക്ഷ്ണമായ വല്ല ഭൗതികമായ ഹീറ്റോ അല്ലെങ്കിൽ ചൂടോ തീയോ എന്നൊക്കെ വരുന്നതിനെ സംരക്ഷിക്കാം. ഇതല്ലാതെ നമ്മളതിനെ പിച്ചി പൊളിച്ചാലോ? നമ്മളെ ആഗ്രഹം കൊണ്ട് വേഗത്തിൽ വരണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ മുട്ടിനെ പിച്ചി പൊളിച്ചാൽ എങ്ങനെ ഉണ്ടാവും?
അതിൻ്റെ എല്ലാ സ്വാഭാവിക ഗുണവും നഷ്ടപ്പെട്ട, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഓർഡർ, അല്ലെങ്കിൽ പിന്നെ സുഗന്ധം എന്നുള്ള ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട്, അതിൻ്റെ സ്വാഭാവികമായ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു പൂവായിട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിൻ്റെ സ്വാഭാവികമായ നിലനിൽപ്പും സ്വാഭാവികമായ മാറ്റവും അതിനില്ലാതെയും വരാം. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൽ ഓരോ മനുഷ്യൻ്റെയും വികാസം പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും. അത് ആ സംസ്കാരത്തിനകത്ത് നിന്ന് ആവുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സ്വാഭാവികമായ വികാസം അതിനുണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഴയതിനെ മുഴുവൻ അംഗീകരിച്ച് അതൊക്കെ തന്നെ തുടരുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായ വികാസം. അന്ന് നമുക്ക് പല തെറ്റുകളുണ്ടായിരുന്നിരിക്കും. പണ്ടത്തെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ പലതും പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ തെറ്റാണ് എന്ന് തെളിയുമ്പോൾ സ്വാഭാവികമായും നമ്മളത് മാറും. അതിന് ഏറ്റവും നല്ല ഒരു തെളിവാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കണക്ക് മാഷായതുകൊണ്ട് തന്നെ ഗണിതത്തിൽ തന്നെ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണമായിട്ട് നമ്മളെ പൂജ്യത്തിൻ്റെ കണ്ടെത്തലും അതേപോലെ ദശാംശ സമ്പ്രദായവും. ദശാംശ സമ്പ്രദായം നമ്മൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ നമ്പർ സിസ്റ്റം, അത് ആദ്യം ഇന്ത്യയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സംഖ്യകൾ കൂട്ടാനും കിഴിക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒന്നും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ഒരു പൂജ്യമുണ്ട്. പൂജ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഭൂതാണ്, അല്ലെങ്കിൽ പിശാച് പോലെയാണ്. ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ടായതുകൊണ്ടാണ് ലോകത്ത് നമ്പർ സിസ്റ്റം വളരെ വ്യാപകമായും സാധാരണക്കാരന് പോലും ലളിതമായും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഈ സംഖ്യകളെ അമ്മാനമാടാൻ കഴിഞ്ഞത്. പക്ഷേ ആദ്യം ഈ സംഗതി കണ്ടിട്ട്, അപ്പോൾ അതുവരെ യൂറോപ്യൻസൊക്കെ ഇത് കിട്ടിയിരുന്നില്ല അവർക്ക്. അത് കിട്ടാത്തതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംഖ്യകൾ ഗുണിക്കുക അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമാണ്. പ്രത്യേകിച്ച് ആ റോമൻ ലിപി ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് കൂട്ടി വെക്കും, രണ്ട് സംഖ്യ ഗുണിക്കണ കാര്യം പറയണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ കണക്ക് ചെയ്യാൻ അവർ സാധാരണ ഉപയോഗിക്കുന്നതിന് എക്സ്പെർട്ടുകളാണ്. ആ പണ്ഡിതന്മാർ അല്ലെങ്കിൽ വലിയ എക്സ്പെർട്ട് നമ്മൾ കണ്ടില്ലേ, ഈ ഡോക്ടർമാർ എക്സ്പെർട്ടുകൾ. അതേപോലെ നമ്മളെ സാധാരണ രോഗം എന്നതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഡോക്ടർമാർ എക്സ്പെർട്ടുകളായ പോലെ തന്നെ അന്ന് എല്ലാ വാണിജ്യ കേന്ദ്രങ്ങളിലും, ഒരു 1000 കൊല്ലം മുമ്പത്തെ കാര്യം പറയണത്, യൂറോപ്യൻ ഭാഗങ്ങളിലൊക്കെ, യൂറോപ്യൻ പാശ്ചാത്യ പട്ടണങ്ങളിലൊക്കെ ഇതേപോലെ കണക്ക് കൂട്ടാനായിട്ട് അവിടെ കൗണ്ടറുകളുണ്ടായിരുന്നു. അവർ വലിയ ആൾക്കാരായിരുന്നു. അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. കാരണം രണ്ട് സംഖ്യകൾ, ഒരു വലിയ വ്യാപാരത്തിൽ വിനിമയം നടത്തുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ, ഇതിന് ഇത്രയും തുക ഉണ്ടോ, ഇതൊക്കെ നോക്കാൻ സാധാരണക്കാരനറിയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് 547 ഒരാടിന് ഇത്ര വിലയെങ്കിൽ ആകെ ആടിന് എന്ത് വില, അത് കൂട്ടാനറിയില്ല. നമ്മുടെ ഈ സംഖ്യാസമ്പ്രദായം, ഈ ദശാംശ സംഖ്യ വന്നതുകൊണ്ടാണ് അതുണ്ടായത്. ആദ്യമായിട്ട് ഇത് അറബികൾ അവിടെ കൊണ്ടുവന്നപ്പോൾ അവരിത് എന്താ പറഞ്ഞു വെച്ചാൽ, ഇത് ഇന്ത്യക്കാരുടെ മാജിക്കാണ്, അത് നമുക്ക് പറ്റില്ല, അവർ നമ്മൾ ഭൂതപ്രേതങ്ങളെ കൊണ്ട്
ആവാഹിക്കാനുള്ളതാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നിരോധിക്കാനും പരമാവധി ഒഴിവാക്കാനും ഈ ഇന്ത്യക്കാരുടേതായതുകൊണ്ട്. പക്ഷേ എന്തായി നടന്നിട്ട് ലോകം മുഴുക്കി അത് പരന്നില്ലേ? അതേപോലെ അതിനൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളവരെ കീഴടക്കുകയോ നമ്മളവരെ നിർബന്ധിക്കുകയൊന്നും ചെയ്യണില്ല. ഇതാണ് എളുപ്പമെന്ന് മനസ്സിലാവുന്നതോടുകൂടി നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഒരു സാംസ്കാരികമായ മാറ്റം അല്ലെങ്കിൽ അസിമിലേഷൻ, സ്വാംശീകരണം സ്വാഭാവികമായി നടക്കും. അങ്ങനെ നടക്കാൻ പറ്റുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് മാറാൻ കാരണം? മാറാൻ കാരണമാണ് ഉപകരണങ്ങൾ. ഓരോ പുതിയ ഉപകരണങ്ങളും പുതിയ രീതിയിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ, ജീവിത രീതികൾ അവലംബിക്കാൻ നമ്മെ നിർബന്ധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മാറ്റം ഉണ്ടാവും. എപ്പോൾ? അതിനുള്ള അവസരം ആ ഓരോരുത്തർക്കും കിട്ടുകയാണെങ്കിൽ. പക്ഷേ ഇതിന് മറ്റൊരു വലിയ പ്രശ്നം കൂടി ഉണ്ട്. അതായത് ഈ മതങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഓരോ ആചാരങ്ങളും ഉണ്ടാവുന്നത് ആ ആചാരങ്ങൾക്ക് അനുസൃതമായ, ആ ആചാരങ്ങൾ അത്യാവശ്യമായ ഒരു സമൂഹത്തിലാണ്. അതായത് ശാസ്ത്രീയമായ നിഗമനങ്ങളിലാണ്, ശാസ്ത്രീയ അടിത്തറയിലാണ്, നിലവിലിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക അടിത്തറയിലാണ് ആ സമൂഹത്തിലെ ജീവിത രീതിയുടെ പേരാണ് മതം. മതങ്ങളെ, വിശ്വാസങ്ങളെ, ഇതൊക്കെ തന്നെ ആ ജീവിത രീതിയുടെ ശാസ്ത്രീയമായ ഒരു പ്രോഡക്റ്റാണ്. ശാസ്ത്രീയമായ ടെക്നോളജിയിൽ, ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും അടിത്തറയിലാണ് എല്ലാ ജീവിതക്രമങ്ങളും. ജീവിതക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാം, അതാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ. ഈ മതങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമാണ്. നേരെ മറിച്ച് ഈ ശാസ്ത്രത്തിന് ഒരു കുഴപ്പമുണ്ട്. എന്താണ്? അത് ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ അതേ നിയമം, പ്രപഞ്ചം ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്? ശാസ്ത്രവും ടെക്നോളജിയും. പുതിയ പുതിയ ഓരോ കണ്ടെത്തലുകളോടുകൂടി അത് മാറ്റത്തിന് വിധേയമായിക്കൊണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അപ്പുറത്ത് വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ ശാസ്ത്രം ഒരു പുതിയ കണ്ടെത്തൽ നടക്കുന്നതോടുകൂടി ആ രീതിയിൽ സമൂഹത്തിനെ മാറ്റാൻ ശ്രമിക്കും. മാറ്റാനായിട്ട് ചിലപ്പോൾ അതിനെ സ്ഥാപനവൽക്കരിക്കും. അതായത് അപ്പോൾ ഒരു സ്ഥാപനം ഉണ്ടാകും. ആ സ്ഥാപനങ്ങൾക്ക് കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പ്രമാണങ്ങളും കണാകുണ ഇതൊക്കെ അതിനുണ്ടാവുന്നർത്ഥം. അതെന്തിനാണ്? അത് ആ രീതിയിലേക്ക്, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന രീതിയിൽ മാറാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനവൽക്കരണം. ഈ മതങ്ങളുടെ പൗരോഹിത്യം ഉണ്ടാവുന്നത് അതോടുകൂടിയാണ് നടത്തുന്നത്. ഈ സ്ഥാപനവൽക്കരണത്തോടു കൂടി ഉണ്ടാക്കുന്ന, അതിന് നിലനിൽക്കണമല്ലോ, അതിന് നിലനിൽക്കാനും അതിനെ പുഷ്ടിപ്പെടുത്താനും ഉണ്ടാവുന്ന കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. ഈ അനുഷ്ഠാനങ്ങൾ മാറുമ്പോഴാണ് അതിന് പലപ്പോഴും അതിന് മതത്തിൻ്റെ പേരിൽ കോലാഹലവും, മതത്തിൻ്റെ പേരിൽ പിന്നെ അതിനെ കൊല്ലുന്നേ എന്നൊക്കെയുള്ള ആക്രോശങ്ങളും പിന്നെ നിലവിളിയും കേൾക്കുന്നത്.
അതോടുകൂടിയാണ് അതിന് ഒരു കൺസർവേറ്റീവായിട്ടുള്ള സ്വഭാവം അതിനുണ്ടാകുന്നത്. ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ടുണ്ടായ ഒരു ചിന്താരീതി, ജീവിത രീതി, അത് നിലനിർത്താനായിട്ടുണ്ടായ, അത് സ്ഥാപനവൽക്കരിക്കാനായിട്ടുണ്ടായ മതസ്ഥാപനങ്ങളും പൗരോഹിത്യവും, പിന്നെ അതിനെ നിലനിർത്താനായിട്ട് അതിന് ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളെ എപ്പോഴും എതിർക്കും. അതിനെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അവർക്ക് പോലും സ്വാഭാവികമായും മാറാൻ നിർബന്ധിതരാവുന്ന അല്ലെങ്കിൽ മാറുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൂടി എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശാസ്ത്രീയമായ വശം. അതിനെന്ത് വേണം? അതിന് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു മാർഗം, അന്നത്തെ കാലത്തെ എല്ലാ മതശാസനകളിലും ഉള്ള സ്പിരിറ്റ്, ധാർമ്മികമായ മൂല്യങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുകയും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരമാവധി നമ്മൾ അംഗീകരിക്കുകയും, നേരെ മറിച്ച് അതിൽ എന്തൊക്കെ പുതിയ കാലത്തിനും പുതിയ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഡയറക്റ്റായിട്ട് എതിരുണ്ടോ, ഡയറക്റ്റായിട്ട് അതിനെ നശിപ്പിക്കുമോ, നമ്മുടെ സാമൂഹ്യ തലത്തിലുള്ള അപകടങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്ത്രീ വിവേചനം നടന്നുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ആ സമൂഹം നിലനിന്നത്. സ്ത്രീ വിവേചനം അവിടെ ഫലപ്രദമായി നടന്നിരുന്നെന്നും അതുകൊണ്ട് തന്നെ ആ സമൂഹം നൂറ്റാണ്ടുകളോളം നിലനിന്നു. അവരുടെ സമൂഹത്തിൻ്റെ വികാസത്തിനും സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ജീവിതത്തിനും സഹായിച്ചിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്ത്രീ വിവേചനത്തിൽ ഉടനുണ്ടാവുന്ന അക്രമങ്ങളെയും അനീതികളെയും മാത്രമേ നമ്മൾ ചെറുക്കേണ്ടതുള്ളൂ. മറ്റേത് അവർക്ക് എപ്പോൾ തോന്നുന്നു അതുകൊണ്ട് നഷ്ടം വരും. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ മുഴുവൻ ശരിക്കും വിദ്യ അഭ്യസിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അടുത്ത തലമുറ പാഴായിപ്പോകും. മാത്രമല്ല ഇനി അവരെ കൂടി ഇപ്പോൾ പണ്ട് നമുക്ക് കായികമായ പ്രവർത്തനമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് പുരുഷന്മാർ ചെയ്താൽ മതി. അതും പുരുഷന്മാർ ചെയ്യാം. കാരണം പകുതിയോളം പുരുഷന്മാരുണ്ടാവുന്നതോടുകൂടി തന്നെ സമൂഹത്തിൽ സമൃദ്ധിയായി. പിന്നെ സ്ത്രീകൾക്ക് ഈ റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതും വീട് നോക്കുക, കുട്ടികളെ നോക്കുക എന്നുള്ളത്, അതിന് സ്ത്രീകൾ മതി. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് വലിയൊരു മത്സരം തന്നെ നടക്കുകയാണ്. ആ മത്സരത്തിൽ ഈ കായിക ബലത്തിനേക്കാളും പ്രധാനം മാനസിക ബലമാണ്. മാനസിക ബലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കും പുരുഷന് മേൽക്കൈയുണ്ട്. ഉദാഹരണമായിട്ട് ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും സ്ത്രീകൾ അതിന് പുരുഷനെക്കാളിലൊക്കെ എത്രയോ മേലെയാണ്. ഉദാഹരണമായിട്ട് ഇമോഷണൽ കോഷ്യൻ്റ് സ്ത്രീകളുടെ അടുത്തെത്താൻ പുരുഷന് കഴിയില്ല. ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റിൽ ചിലപ്പോൾ തുല്യമാണെങ്കിൽ പോലും ഇമോഷണൽ കോഷ്യൻ്റ് ഞാൻ കണ്ടെടുത്തോളം പുരുഷന് സ്ത്രീയുടെ അടുത്തെത്താൻ കഴിയുന്നുള്ളതിന് തെളിവില്ല. ഇന്ന് ഇമോഷണൽ കോഷ്യൻ്റിനാണ് ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റിനേക്കാൾ വില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ ഇൻ്റലിജൻസിനും ടെക്നോളജിക്കും കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങൾക്കും ഒക്കെ പ്രാധാന്യം ഉള്ള ഒരു കാലത്ത് ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു സംശയം വിചാരിക്കേണ്ട, ഏത് അൽഖയ്ദ ആയിക്കോട്ടെ,
പിന്നെ താലിബാനായിക്കോട്ടെ, അവർ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ നടക്കാതിരിക്കാൻ ഇന്ന് കഴിയില്ല. ഉണ്ടെങ്കിൽ അവരും അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരുടെ സമൂഹത്തിൻ്റെ താല്പര്യം അവർക്ക് നിലനിർത്തണം, അതേപോലെ അവരൊരിക്കലും പിന്നോട്ട് പോകരുത് എന്ന ഒരു നേതൃത്വം അവിടെ എന്തായാലും ജനാധിപത്യം എന്നാൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളിടത്തോളം അവർ ഒരു സംശയം വിചാരിക്കേണ്ട, ആ നാട്ടിൻ്റെ താല്പര്യം, ആ ജനതയുടെ താല്പര്യം, അത് ഏറ്റവും ഓർത്തഡോക്സ് ആയിട്ടുള്ള മതമൗലികവാദമായിക്കോട്ടെ, അതിൽ അവർക്ക് അഭിരമിക്കാനും, അങ്ങനെ കുറച്ചു കാലം നിൽക്കുമ്പോൾ അവർ സ്വാഭാവികമായും മറ്റ് ലോകത്തേക്ക് നോക്കാൻ തുടങ്ങും. അവർ മറ്റ് ലോകങ്ങളൊക്കെ തന്നെ അതേ നിലവാരമുള്ള മറ്റ് ലോകങ്ങളൊക്കെ അവരെക്കാളിലൊക്കെ പരശതം സ്പീഡിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നോട്ട് നിന്നാൽ നമ്മൾ ഒന്നുമല്ലാതെ ഒന്ന് തോന്നലുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലുള്ള എല്ലാവരും പരമാവധി വികാസം ലഭിക്കണമെന്നും അത് സ്ത്രീകൾക്കും ഉണ്ടാവണം, അവസാനത്തെ സ്ത്രീക്ക് പോലും വിദ്യാഭ്യാസം വേണമെന്നും അവരുടെ ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ പരമാവധി സമൂഹത്തെ സേവിക്കണമെന്നും എന്ന ഒരു ധാരണയിലെത്തുമ്പോൾ അവിടെ പെണ്ണ് എന്ന് പറയുന്നതും ആണെന്ന് പറയുന്നത് മൂടിപ്പതച്ച് വെക്കാനോ അല്ലെങ്കിൽ പിന്നെ വിവേചനം കൊണ്ടും ഒക്കെ അകറ്റി നിർത്താനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ തന്നെ സതി എങ്ങനെ ഇവിടുന്ന് ഇല്ലാതായോ അതേപോലെ തന്നെ അവിടുന്ന് അത് ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് അവർക്ക് സ്വയം ജീവിക്കാനും മറ്റൊരു സമൂഹം മേലിന്ന് വന്നിട്ട് അവരെ ചൂഷണം ചെയ്യുന്ന ആ വ്യവസ്ഥയാണ് ആദ്യം ഒഴിവാകേണ്ടത്. ആദ്യം ഒഴിവായി അവർക്ക് അവരെ സ്വയം ഭരിക്കാനും സ്വയം തീരുമാനമെടുക്കാനും സ്വയം കാര്യങ്ങൾ നിർവഹിക്കാനും അവരൊന്ന് വിടുക. മേലെന്നുള്ള നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ വിജ്ഞാനവും നിങ്ങളുടെ ധാർമ്മികതയൊക്കെ നിങ്ങൾക്ക്, അവരുടെ ധാർമ്മികതയ്ക്ക് അവർ തന്നെ സ്വയം തീരുമാനിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ അതൊരിക്കലും, അങ്ങനെ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി വരുമ്പോൾ അതൊരിക്കലും അവർക്കെതിരാവില്ല എന്ന് മാത്രമല്ല, അവരും മറ്റുള്ള എല്ലാവരുടെയും പൊതു നിയമങ്ങൾ, ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അവർക്കും ബാധകമാകും. അതായത് ഈ പ്രാപഞ്ചിക നിയമത്തിൻ്റെ ഭാഗമാണ് മാറ്റം. ഈ മാറ്റത്തിന് അവരെ അനുവദിക്കുക, അവരെ കഴിയുന്നതും സഹായിക്കുക, അവരെ ഭരിക്കാനോ അവരെ ഡിക്റ്റേറ്റ് ചെയ്യാനോ അവരെ ഉപദേശിക്കാനോ നിൽക്കാതിരിക്കുക. അവർ സ്വയം വളരട്ടെ. അവരുടെ ഒരു പുഷ്പം വിരിയുന്ന പോലെ ഒരു കുഞ്ഞിൻ്റെ മാനസികമായ വികാസം, ഒരു ഗണിത സൂത്രവാക്യം സ്വയം കുഞ്ഞ് പഠിച്ച് അത് അവൻ പരിശീലിച്ച് അതിലവൻ മാസ്റ്ററാവുന്നതിന് പകരം അത് നമ്മൾ കൊടുക്കാതിരിക്കുക. കാണാതെ പഠിക്കടാ, ഇത് പ്രയോഗിക്കടാ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ അതിന് ചൂരും മണമില്ലാവില്ല, അതിന് പിന്നീടുണ്ടാവുന്ന ഒരു വികാസം ഉണ്ടാവില്ല. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിലും ബാധകമാണ് എന്ന് ഒരു മുഖവുരയോടുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ആകെ മാറ്റം വരുന്നതാണെന്നർത്ഥം. അതായത് ഇത്ര കാലം നമ്മൾക്ക് ഈ വെള്ളക്കാരൻ പഠിപ്പിച്ചു തന്ന വിദ്യാഭ്യാസം, വെള്ളക്കാരൻ പഠിപ്പിച്ചു തന്ന സംസ്കാരം, വെള്ളക്കാരൻ പഠിപ്പിച്ചു തന്ന പിന്നെ പുരോഗമനം എന്ന ഒരു അവസ്ഥയിലാണ്. അതിൽ അവർക്കൊന്നുണ്ട്,
അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യവൽക്കരണം നിർബന്ധമാണ്. അതായത് അവർ ശരി, മറ്റുള്ളവരൊക്കെ തെറ്റ്, അവരുടെ ഇതാണ് ഏറ്റവും ശരി, അതിലേക്ക് മറ്റുള്ള എല്ലാവരും വരിക എന്നുള്ളതല്ലാതെ നേരെ തിരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനം, ശാസ്ത്രം തന്നെ ആയ അതിൻ്റെ മുദ്രാവാക്യം നമ്മൾ ആദ്യം വന്നപ്പോഴൊക്കെ ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് ഒരു പ്രയാസമില്ലാതെ ഒരു അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ചിരുന്നവരാണ് നമ്മൾ. നോക്കുക നിങ്ങൾ, അതായത് മുസ്ലിമായവൻ മനുഷ്യനല്ല, ക്രിസ്ത്യാനിയായവൻ മനുഷ്യനല്ല, ഹിന്ദു ആവയൻ മനുഷ്യനല്ല എന്നല്ലേ അതിൻ്റെ ധ്വനി. യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഇതൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? അതായത് നിങ്ങളൊരു പുതിയ ജനസ് മനുഷ്യന്മാരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കമ്മ്യൂണിസം ഉണ്ടാക്കണത്. അത് മാറി ഈ സാമാന്യ ആപേക്ഷികത അനുസരിച്ചാണെങ്കിൽ അത് മാറി യഥാർത്ഥത്തിൽ മുദ്രാവാക്യം വേണ്ടത് ആകെ മറിച്ചാണ്. ഞങ്ങളിലുള്ളത് ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് ക്രൈസ്തവ രക്തം, അല്ലെങ്കിൽ ഞങ്ങളിലുള്ളത് മുഹമ്മദിൻ്റെ രക്തം, ഞങ്ങളിലുള്ളത് ക്രിസ്തുവിൻ്റെ രക്തം, ഞങ്ങളിലുള്ളത് രാമൻ്റെ രക്തം, ശ്രീകൃഷ്ണൻ്റെ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന മുദ്രാവാക്യമാണ് വേണ്ടത്. കാരണം എന്താ? ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഈ ക്രിസ്തു ആണെങ്കിലും മുഹമ്മദ് ആണെങ്കിലും ഒക്കെ ആ കാലഘട്ടത്തിൽ ആ ജനങ്ങളെ ഒന്നിപ്പിക്കാനും അവരുടേതായ പുരോഗതിക്കും ഉണ്ടായതാണ്. അതുകൊണ്ടാണ്, അല്ലാതെ അതൊന്നും ശരിയാണെന്നുള്ളതുകൊണ്ടല്ല. അന്ന് നിഗ്രഹിച്ചിട്ടാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണനൊക്കെ എന്താ ചെയ്തത് നമുക്കറിയാം, രാമൻ എന്താ ചെയ്തതെന്നറിയാം. നിഗ്രഹമായിരുന്നു അന്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽക്കാനുള്ള ഒരു അടിസ്ഥാന ഗുണമെങ്കിൽ, നേരെ മറിച്ച് ഇന്ന് അതല്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുള്ള നന്മകളൊക്കെ നമുക്ക് വേണം. അത് ഇവർ ഒഴിവാക്കുന്നതോടുകൂടി ഈ ജനങ്ങളെ മുഴുവൻ നമ്മൾ ഒഴിവാക്കുക, ജനങ്ങൾ മുഴുവൻ നമ്മളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയാണ്. മറിച്ച് അവരെ മുഴുവൻ നമുക്ക് വേണം, അവരുള്ള നന്മകളൊക്കെ നമുക്ക് വേണം, അവരുള്ള തിന്മകളൊന്നും നമുക്ക് വേണം. അതായത് നമ്മൾ പുരോഗമന ആശയമുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം, പുരോഗമന ആശയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം വേണ്ടത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അത് മാത്രം മതി, പോരാ. സമൂഹത്തിൻ്റെ ഭാഗമാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുക. അതാണ് യഥാർത്ഥത്തിൽ അതോടുകൂടി നിലവിലിരിക്കുന്ന സയൻസ്, ടെക്നോളജി പോലുള്ള ആധുനിക ഉപകരണങ്ങളുടെ വാക്താവും കൂടിയാണ്. അതാണിപ്പോൾ നിങ്ങൾ ചൈനയിൽ കണ്ടില്ലേ? ചൈനയിൽ മാവോ സേ തുങ്ങിന് ശേഷം ഉണ്ടായ 4 ചെയർമാന്മാരും, ആദ്യം വന്ന ഡെൻ ജിയാവോപിങ്, ആ ഉയരം കുറഞ്ഞ മനുഷ്യൻ, അയാളാണ് യോഗയിൽ ചൈനയെ മാറ്റിയത്. ജി സെമിൻ, ഹൂ ജിൻഡാവോ, ഷീ ജിൻപിങ്, ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എൻജിനീയേഴ്സായിരുന്നു. അവർ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. എൻജിനീയറിംഗ് മാത്രം കൊണ്ട് കാര്യമില്ല, അവൻ തുമ്പില്ലാതെ ആവും. എൻജിനീയറിങ്ങോട് കൂടി പിന്നെ അവരുടെ
സാമൂഹ്യ പ്രവർത്തനം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം. അങ്ങനെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയോടുള്ള അഭേദ്യമായ ബന്ധവും അത് സ്വാംശീകരിക്കണം. അത് വെറുതെ അംഗീകരിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. അതിൻ്റെ ടെക്നോളജിയെ, അതിൻ്റെ ഏറ്റവും മുന്തിയ ടെക്നോളജിയിൽ ഒരു വലിയ പരിധി വരെയെങ്കിലും അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഒരു എൻജിനീയർക്ക് ഉണ്ടാകുന്നത്. അതായത് ഉദാഹരണമായിട്ട് നമ്മളെ സാമാന്യ ആപേക്ഷികതയെക്കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ടെക്നോളജിയെക്കുറിച്ചിട്ടോ, ഇലക്ട്രിസിറ്റിയെക്കുറിച്ചിട്ടോ, ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ടോ ഒക്കെയുള്ള പ്രാഥമിക ധാരണയെങ്കിലും ഉള്ള ഒരു ബോധം നമുക്ക് ഈ ആധുനിക കാലത്ത് ആവശ്യമാണ്. അത് വന്നാലുള്ള സൗകര്യം എന്താ? പ്രത്യേകിച്ച് ഒരു എൻജിനീയർ എന്നാണ്. ഇപ്പം ഇവർ 4 പേരും എൻജിനീയേഴ്സാണ്. ഈ എൻജിനീയറിങ്ങിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഈ എൻജിനീയറെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായും സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. ആ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ യാതൊരു വിശ്വാസത്തിൻ്റെയും പ്രശ്നമില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഉദാഹരണമായിട്ട് മറ്റുള്ളതിലൊക്കെ വിശ്വാസത്തിന് ഒരു പരിധി വരെ സ്വാധീനം ചെലുത്താൻ കഴിയും. എൻജിനീയറിങ്ങിന് അതില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പാലം, അല്ലെങ്കിൽ ഒരു കെട്ടിടം, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, ഒരു എൻജിനീയർ ഉണ്ടാക്കി. 100 കൊല്ലം കഴിഞ്ഞിട്ട് അതിന് കേടുവരുത്തിയാലും ഇത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. 100 കൊല്ലം കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിലും ആ എൻജിനീയർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് ഉള്ളതാണ്. ക്രെഡിറ്റ് ആണെങ്കിലും ഡിസ്ക്രെഡിറ്റ് ആണെങ്കിലും അയാളുടെ ഓരോ പ്രവർത്തനവും, ഓരോ പ്രോഡക്റ്റും അതിൻ്റെ ഗുണനിലവാരം അയാളിൽ നിക്ഷിപ്തമാണ്. നേരെ മറിച്ച് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർ കൃത്യമായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞാലും അവസാനം ഇനി എന്തിന് കൊടുത്ത മരുന്ന് കൊണ്ട് തന്നെയാണ് അയാൾ മരിച്ചതെന്ന് തന്നെ വിചാരിച്ചു, അല്ലെങ്കിൽ ഓപ്പറേഷൻ കൊണ്ടാണ് അയാൾ മരിച്ചതെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെതാണെന്നാണ് പറയാം. അതായത് അത് വിധിയാണ്. അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഒരു എൻജിനീയർക്ക് കഴിയില്ല എന്നർത്ഥം. എൻജിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾക്കാണ്. നേരെ മറിച്ച് ഒരു ഡോക്ടർക്ക് അങ്ങനത്തെ യാതൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് അതിന് വേറെ കാരണങ്ങളുണ്ട്. കാരണം ജീവൻ എന്ന ഒരിക്കലും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, നമുക്ക് ഒരിക്കലും അതിൻ്റെ ഫോർമുലയെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ഒരു വസ്തു ഈ ഡോക്ടർ പ്രയോഗിക്കുന്ന ഓരോ രോഗിയിലും ഉള്ളത് കൊണ്ട് തന്നെ ഈ ജീവൻ്റെ ഫോർമുല അറിയാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയത്തിൽ പരമാവധി നേതൃത്വത്തിൽ വരേണ്ടത് കുറച്ചൊക്കെ നിലവിലിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ബേസിക്കായിട്ടുള്ള ധാരണയെങ്കിലും ഉള്ളവരും, അത് മാത്രം പോരാ, അതോടുകൂടി തന്നെ സാമൂഹ്യ തലത്തിലുള്ള സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ ശക്തി, സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, ഇതൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കിയ സാമൂഹ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ അതാണ് ഈ സാമൂഹ്യ പ്രവർത്തനമാണ് പാർട്ടി പ്രവർത്തനം. ഇതടങ്ങിയവരാണ് യഥാർത്ഥത്തിൽ നേതൃത്വത്തിലേക്കും ഒരു രാഷ്ട്രത്തെ നയിക്കേണ്ടത്. ഇപ്പം നമ്മളെ മോഡിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച്, മോഡി ശരിക്കും സാമൂഹ്യ പ്രവർത്തനം നടത്തി. അത് ഈ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രത്യേക ആവശ്യത്തിനാണെങ്കിൽ പോലും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുള്ള വിവരം പൂജ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ടുള്ള നേതൃത്വം വന്നാൽ മാത്രമേ ആ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന സാധ്യമായ വികാസത്തിന് കാരണമാവുള്ളൂ.
അങ്ങനെ വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അവർക്ക് മാത്രമേ ഈ നേതൃത്വപരമായ പങ്ക് വഹിച്ച് ഒരു സമൂഹത്തിനെ ഒന്നായിട്ട് മുന്നോട്ട് കുതിക്കാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പോകും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്ന അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ട് പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നേതൃത്വമായിരിക്കണം. അപ്പോൾ മാത്രം, അല്ലാതെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ബന്ധങ്ങൾക്ക് അനുസരിച്ച് അത് ശരിക്കും സ്വാംശീകരിച്ച നേതൃത്വമായിരിക്കണം നമ്മളെ മുന്നോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മളെ അവർ അപവൽക്കരിക്കാതിരിക്കുള്ളൂ. അതല്ല, നമ്മൾ മാത്രം വലിയ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരാണെന്നും നമ്മൾക്ക് ഈ നാട്ടുകാരുടെ വിശ്വാസത്തിനും സംസ്കാരത്തിനും ഒന്നും ഒരു വിലയില്ലെന്നും അതൊക്കെ അന്ധവിശ്വാസമാണെന്നും അനാചാരമാണെങ്കിലും അപരിഷ്കൃതമാണെന്നും ഒഴിവാക്കേണ്ടതാണെന്നും ഞങ്ങളതൊന്നും ചെയ്യില്ല എന്നും നിലയിൽ നമ്മൾ അപരവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് വലിയ ഉപകാരം ഉണ്ടാവും എന്ന അഭിപ്രായം എനിക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുദ്രാവാക്യം ഇനി മുതൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ നമ്മളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ പരമാവധി സ്വാംശീകരിച്ച് അതിൽ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മനുഷ്യവിരുദ്ധമായ അപകടങ്ങളുണ്ടെങ്കിൽ അതിനെ ചെറുക്കുക, അത് ഇല്ലാതാക്കുക, അത് ചൂണ്ടിക്കാണിക്കുക, അതോടുകൂടി അവരുടെ കൂടെ നിന്ന് അതില്ലാതാക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിൻ്റെ നന്മകൾ അതെന്തിനു വേണ്ടിയിട്ടാണോ ഫങ്ഷൻ ചെയ്തത് അത് മനസ്സിലാക്കാതെ, എന്തുകൊണ്ടാണോ അത് നിലനിൽക്കുന്നത് കൊണ്ട് ഈ സമൂഹം നിലനിന്നത്, ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അതൊന്നും പരിഗണിക്കാതെ അത് അന്ധവിശ്വാസമാണോ അനാചാരമാണോ എന്ന് മാത്രം നമ്മുടെ ഈ യൂറോപ്യൻ കണ്ണട വെച്ച് നോക്കി അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന നമ്മളെ രീതി മാറ്റി യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന മീനുകളായിട്ട്, അതായത് ഈ ജലത്തിലെ മത്സ്യം പോലെ ആവണം പാർട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുന്ന രീതിയിൽ നമ്മൾ പൂർണ്ണമായും ഈ സമൂഹത്തിൻ്റെ എല്ലാ സാംസ്കാരികമായ സ്പന്ദനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കണം യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സമൂഹത്തിൻ്റെ ലീഡറാവേണ്ട കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്. ഞാൻ മറ്റുള്ള പാർട്ടികളെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞത് ഈ നിലവിലിരിക്കുന്ന ഈ യൂറോപ്യൻ കമ്മ്യൂണിസം അല്ല കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിൽ നമ്മളെ ആചാരങ്ങൾക്ക്, നമ്മളെ അനുഷ്ഠാനങ്ങളെ, നമ്മളെ സംസ്കാരത്തിന് അതിൽ ഉതകുന്ന രീതിയിലുള്ള ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയം. സോഷ്യലിസം എന്നത് കമ്മ്യൂണിസം എന്തിനു വേണ്ട, അങ്ങോട്ടൊന്നും പോകണ്ട. ആദ്യം നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനിലെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഈ മുദ്രാവാക്യങ്ങൾ അത് നടപ്പിലാക്കിയാൽ എന്തായാലും സോഷ്യലിസം നിർബന്ധമായിട്ടും അതിലുണ്ടാവേണ്ടി വരും. സമത്വം എന്നത് സോഷ്യലിസത്തേക്കുള്ള ആദ്യത്തെ പടവല്ലേ? സമത്വം എന്നത് യഥാർത്ഥത്തിൽ ലിംഗ വിവേചനത്തെ ഇല്ലാതാക്കുന്ന ആദ്യത്തെ പടവല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പം നിലവിലിരിക്കുന്ന ലിംഗവിവേചനം നേരിട്ട് അപകടം ചെയ്യാത്തിടത്തോളം കാലം
നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈ ആചാരങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. അതായത് ഒരു ശബരിമലക്ക് പെണ്ണുങ്ങൾ പോകാതിരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾ പോയതുകൊണ്ട് ഒരു മെച്ചം നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള അതിൻ്റെ ലക്ഷ്യത്തിന് ഒരിഞ്ച് പോലും മുന്നോട്ടോ ഇഞ്ച് പോലും പിറകോട്ടോ ഈ പെണ്ണുങ്ങളെല്ലാവരും അതിൽ പോയതിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. നഷ്ടേ വരാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ പരമാവധി പിന്നോട്ടടുപ്പിക്കാനാണ് ഈ പെണ്ണുങ്ങളെല്ലാവരും അതിൽ അവിടെ പോകുന്നതുകൊണ്ടുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തെ നമ്മൾ പ്രത്യേകിച്ചും ഒരു പുരോഗമനവാദി, സാമൂഹ്യ പുരോഗതിയെ കാക്ഷിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് കാണേണ്ടത്? അതിന് ചർച്ച ചെയ്ത് ഏതാണ് കൂടുതൽ ശരി, ഏതാണ് കൂടുതൽ സമൂഹത്തിന് നല്ലത്, സമൂഹത്തിന് അതുകൊണ്ടുള്ള ഉപകാരം. ഞാൻ ഇതിൻ്റെ മുമ്പുള്ളതിൽ ചെയ്തിരുന്നു. അതായത് ഈ കള്ളുകുടിയന്മാരായ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കള്ളിനെ സ്വയം നിയന്ത്രിക്കാനും കള്ളിൻ്റെ മുകളിലൊരു കടിഞ്ഞാണായിട്ടും ശബരിമല വിശ്വാസം ഉപകാരപ്രദമാണ്. മാത്രമല്ല അത് അയാളെ വ്യക്തിപരമായി ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ന് മാത്രമാണ് ശരിക്കും ഈ കള്ളുകുടിയാനായ വീട്ടുകാരൊക്കെ അച്ഛൻ്റെയും അല്ലെങ്കിൽ സ്വന്തം പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും സ്നേഹാദരങ്ങളും മാന്യമായ പെരുമാറ്റവും അന്ന് മാത്രമാണ് കിട്ടുന്നത്. അന്നെങ്കിലും ഉള്ളത് നശിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര അപകടമാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാര്യംകുന്നിൻ്റെ കാര്യം പറഞ്ഞത്. വാര്യംകുന്നൻ, കുഞ്ഞാലിമരക്കാർ, ടിപ്പു സുൽത്താൻ, പഴശ്ശിരാജ, ഇവരൊക്കെ നമ്മുടെ ഹീറോകളാണ്. അവരൊക്കെ നമ്മളെ രക്തസാക്ഷികളാണ്. അവരുടെ ഒക്കെ രക്തസാക്ഷി ദിനം അതിവിപുലമായി അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവരെന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, അവരുടെ കുടുംബം എന്തായിരുന്നു അത് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി അതിവിപുലമായി. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വാര്യംകുന്നൻ എന്ന് പറഞ്ഞത് ഒരു ഇന്ത്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ഒരു വലിയ ചേഗുവേരേക്കാളും ഉയരത്തിലുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ രക്തസാക്ഷി ദിനം അതിവിപുലമായിട്ട് ആ വീട്ടുകാരുടെ അതിൻ്റെ പ്രെഡിസസേഴ്സായിട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ തലമുറയുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് ആഘോഷിക്കുകയും അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുക. അതുവഴി മനസ്സുകളെ സാമ്രാജ്യത്വ വിരുദ്ധമായി മനസ്സുകളെ അടുപ്പിക്കുകയും. ഇപ്പോഴും സാമ്രാജ്യത്വം പോയിട്ടേ ഇല്ല. നിങ്ങളെ മനസ്സിലും നമ്മളെ മനസ്സിലും പോയിട്ടില്ല. അത് ഇംഗ്ലീഷ് മീഡിയമായിട്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായിട്ടും ഇംഗ്ലീഷ് ഭരണഭാഷയായിട്ടും നമ്മളെ ഓരോ ഓർഡറിലും ഇംഗ്ലീഷിലാണ് വരുന്നത്. അതേ നമുക്കുമ്പോൾ മനസ്സിലാവും. അതുള്ളിടത്തോളം കാലം ബ്രിട്ടൻ ഇവിടുന്ന് പോയിട്ടേ ഇല്ല. നമുക്കും എത്ര പൊട്ടന്മാരായാലും നമുക്കും നമ്മുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. അത് എന്തായാലും മുന്നോട്ട് വരണം. നമ്മൾ വളരെ മോശമാണ്, നമുക്ക് ഒരു വിവരമില്ല, നമ്മൾ ഈ അധമരാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ അധമർക്ക് പോലും അവരുടേതായ നിലനിൽപ്പിനും ഒരു അടിത്തറ ഉണ്ടാവണം. അതാണ് അവൻ്റെ ഭാഷ. ആ ഭാഷയിൽ എല്ലാ വിജ്ഞാനവും കിട്ടുന്നതിന് ശേഷമേ അവനും മുന്നോട്ട് കുതിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളീ ഭാഷയാണ് മാറ്റി തള്ളിക്കണം. എല്ലാവരും ഇംഗ്ലീഷാക്കുക. എന്നാൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ഒരു പൊട്ട ഭാഷയാണ്. നമ്മളെ മലയാളത്തിൻ്റെ അയലത്ത് വെക്കാൻ തന്നെ പറ്റുന്നു ഒരിക്കലും. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ. എഴുതുന്ന ഒന്ന് വായിക്കുന്നത് വേറെ ഒന്നാണത്. PUT പുട്ടാണ്, BUT ബട്ടാണ്. യു എന്നുള്ളതിന് 2 ശബ്ദം.
മലയാളത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും. വേറെ ഏതെങ്കിലും ഭാഷക്കാർ അതായത് ഒരു 26 അക്ഷരങ്ങളും മുഴുവൻ കാണാൻ പഠിച്ചാലും അത് 4 തരം ഉണ്ട് കേട്ടോ. പിന്നെ വലിയക്ഷരം, ചെറിയക്ഷരം, 4 തരം. അപ്പോൾ 26 എത്രയായി? 94 അക്ഷരങ്ങളുള്ളതല്ലേ. എന്നിട്ട് ആ അക്ഷരങ്ങളൊക്കെ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു വാക്ക് എഴുതാൻ കഴിയില്ല. കാരണം അത് പല രീതിയിൽ വായിക്കാം, പല അത്ര വിഡ്ഢിത്തുള്ള തനി വങ്കത്തുള്ള അതായത് യഥാർത്ഥത്തിൽ ഈ ശബ്ദങ്ങളെ ലേഖനം ചെയ്യുന്ന പരിപാടി അവർക്കറിയില്ല. അത് വേറെ എന്തോ ഒന്നാണെന്ന് അർത്ഥം. അതൊരു തരം ഫെനറ്റിക് എന്നോ കണാകുണയൊക്കെ പറയും അവർ. അശാസ്ത്രീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അതിൻ്റെ അവതരണമാണെങ്കിലും വിതരണമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണെന്ന് അർത്ഥം. ഈ ലിപികൾ തന്നെ നോക്കാം, 26 അക്ഷരം പഠിച്ചാൽ പോലും ഒരു വാക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും തെറ്റുകൂടാതെ വായിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതിന് വേറെ പഠിക്കണം, ഫെനറ്റിക്സ് പഠിക്കണം. ഇങ്ങനെ ഒരു മണ്ടൻ ഭാഷ ലോകത്ത് ശരിയാണ്. അവർ ലോകമൊന്നായിട്ട് ഭരിച്ചു, അവർ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ കൊന്ന് ലോകത്തെ അക്രമം നടത്തി, അവരുടെ കയ്യിൽ തോക്കും മറ്റുള്ള ഈ വഞ്ചിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു, കൗശലമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്തു. പക്ഷേ അതുകൊണ്ട് അവരുടെ ഭാഷ അത്ര വലിയതൊന്നും ആവുന്നില്ല. അവർ അന്ന് നിലവിലുണ്ടായിരുന്ന വിജ്ഞാനത്തെ മുഴുവൻ അവരുടെ ഭാഷയിലാക്കി അവർ പ്രചരിപ്പിച്ചു, അവരത് പഠിച്ചു എന്നുള്ളത് ശരിയാണ്. അത് നമ്മളും ചെയ്യണം. നമ്മളെ ഭാഷ നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വളരണമെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും ഈ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം എന്നത് കുറച്ചും കൂടിയും മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൽ നിന്ന് വിരിയുന്ന, മണ്ണിൽ നിന്ന് വളരുന്ന, ഈ സംസ്കാരത്തിൽ നിന്ന് വളരുന്ന ഒരു സ്വഭാവം ആർജിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ 47 മിനിറ്റായി. എന്തായാലും ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ദയവ് വിചാരിച്ചത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേക്കുറിച്ചിട്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പങ്കുവെക്കുക. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം, ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയാം. ഇനി ഇതിനും ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുക എന്ന് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.